സുഖമാണോ? മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ ടാൻസാനിയൻ ഇൻഫ്ലുവൻസറാണ് കിലി പോൾ എന്ന മലയാളികളുടെ പ്രിയപ്പെട്ട ഉണ്ണിയേട്ടൻ. ലിപ്സിംഗ് വീഡിയോകളിലൂടെ ലോകശ്രദ്ധ നേടിയ താരം യൂസഫ് കിംസേര എന്ന കിലിയെ ഇന്ന് 10.4 മില്യൺ ആളുകളാണ് ഇൻസ്റ്റഗ്രാമിൽ മാത്രം ഫോളോ ചെയ്യുന്നത്. ഇന്ത്യൻ സിനിമകളിലെ ഗാനങ്ങൾക്ക് ലിപ്സിംഗ് ചെയ്തും നൃത്തം ചെയ്തുമാണ് കിലി പോളും സഹോദരി നീമ പോളും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത്. ഷേർഷാ എന്ന ഹിന്ദി ചിത്രത്തിലെ ലാത്ത് ആൻഡ് ലാംബിയാൻ എന്ന പാട്ട് ലിപ്സിംഗ് ചെയ്ത് പാടി ചുവട് വെക്കുമ്പോൾ കിലിയോ നീമയോ കരുതി കാണില്ല ഇന്ത്യക്കാരുടെ ഹൃദയത്തിലേക്കാണ് ഇരുവരും ചേക്കേറുന്നതെന്ന്. മലയാളം പാട്ടുകളും ചെയ്തതോടെ കിലിക്ക് കേരളത്തിലും ആരാധകരായി. കിലിയുടെ ജീവിതകഥ സിനിമയാകുകയാണിപ്പോൾ. മാസായി വാരിയർ എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് സതീഷ് തൻവിയാണ്. ഒരു ടാൻസാനിയൻ സിനിമാറ്റിക് യാത്ര എന്ന ടാഗ് ലൈനിൽ എത്തുന്ന ചിത്രത്തിന്റെ പോസ്റ്ററും അണിയറക്കാർ പുറത്തിറക്കിയിട്ടുണ്ട്. പരമ്പരാഗത ടാൻസാനിയൻ വസ്ത്രങ്ങളിൽ എനർജറ്റിക് ആയ മൂവ്മെന്റ്സ്, ഭാഷ ഏതായാലും മനഃപ്പാഠമാക്കിയുള്ള ലിപ്സിംഗ്, ദശലക്ഷക്കണക്കിന് ഹൃദയങ്ങൾ കീഴടക്കിയതിന് കിലി പോളിനെ ടാൻസാനിയയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ആദരിച്ചത് 2022 മലയാളം പാട്ടുകൾക്ക് ലിപ്സിംഗ് ചെയ്ത് കിലി പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾക്ക് താഴെ പതിവായി വരുന്ന കമന്റ് സത്യം പറ നീ മലയാളിയല്ലേ എന്നാണ്. ഏറ്റവും ഒടുവിൽ തുടരും സിനിമയിലെ എന്തൊരു ചേലാണ് എന്ന പാട്ട് കിലിയും നീമയും പോസ്റ്റ് ചെയ്തപ്പോഴും മലയാളികൾ ഈ ചോദ്യം ചോദിച്ചിരുന്നു. സോഷ്യൽ മീഡിയ താരങ്ങൾ എന്ന നിലയിലേക്കുള്ള കിലിയുടെ വളർച്ച പക്ഷേ അത്ര എളുപ്പമായിരുന്നില്ല. ടാൻസാനിയയിലെ ഉൾഗ്രാമത്തിൽ കൃഷിയും കാലി വളർത്തലുമായി കഴിയുന്നവരാണ് കിലിയുടെ കുടുംബം. കഠിനാധ്വാനത്തിനിടയിലെ ഇടനേരങ്ങളിലായിരുന്നു ഇൻസ്റ്റഗ്രാമിലും ടിക്ടോക്കിലുമായി വീഡിയോകൾ ചിത്രീകരിച്ചിരുന്നത്. വൈദ്യുതി എത്തിയിട്ടില്ലാത്ത വീട്ടിൽ നിന്ന് ഏറെ ബുദ്ധിമുട്ടിയാണ് കിലിയും സഹോദരിയും വീഡിയോകൾ പോസ്റ്റ് ചെയ്തിരുന്നത്. ഇന്ത്യൻ സിനിമകളുടെ ആരാധകനായ കിലി ഷേർഷയിലെ ഹിറ്റ് ഗാനത്തിന് ചുണ്ടനക്കി ഞൊടി വേഗത്തിലാണ് ബോളിവുഡ് ആരാധകർ വീഡിയോ ഏറ്റെടുത്തത്. സോഷ്യൽ മീഡിയയെ കുറിച്ച് തന്റെ ഗ്രാമത്തിലുള്ളവർക്ക് അറിയില്ലെന്നും ഇന്ത്യയിലെത്തുമ്പോൾ തനിക്കൊരു സൂപ്പർ സ്റ്റാറിനെ പോലെ തോന്നുന്നുവെന്നുമാണ് ആരാധകരുടെ സ്നേഹത്തെക്കുറിച്ച് കിലി മുൻപ് പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം കൊച്ചിയിലെത്തിയ കിലിക്ക് മലയാളി പ്രേക്ഷകരും വലിയ വരവേൽപ്പ് നൽകി. ഇന്നസെന്റ് എന്ന തന്റെ ആദ്യ മലയാള ചിത്രത്തിന്റെ ഭാഗമായി താരം കേരളത്തിലുണ്ട്. സതീഷ് തൻവിയാണ് ഇന്നസെന്റിന്റെയും സംവിധായകൻ. ഒക്ടോബറിൽ ചിത്രീകരണം ആരംഭിക്കുന്ന മാസായി വാരിയർ ചിത്രത്തിൽ കിലി പോൾ തന്നെയാണ് പ്രധാന വേഷത്തിലെത്തുന്നത്. കിലിയുടെ ജന്മസ്ഥലമായ ടാൻസാനിയ തന്നെയാണ് പ്രധാന ലൊക്കേഷൻ. കിലി പോൾ ആദ്യമായി അഭിനയിച്ച മലയാള സിനിമയാണ് ഇന്നസെന്റ്. ജീവിത കഥ പറയുന്ന മാസായി മലയാളത്തിനു പുറമെ ഇംഗ്ലീഷ്, സ്വാഹിലി, സിംഹള, ഫ്രഞ്ച്, സ്പാനിഷ്, ടാഗ്ലോഗ്, ജർമ്മൻ, അറബിക്, ഹിന്ദി, കന്നഡ, തമിഴ്, തെലുങ്ക്, ബംഗാളി, ഉറുദു തുടങ്ങി 25-ലധികം ഭാഷകളിലാണ് ഒരുങ്ങുന്നത്. കേട്ടില്ലേ? ഇതാണ് സംഭവം. പവർ ഓഫ് സോഷ്യൽ മീഡിയ. ഇതിൽ കിലി പോളിൻ്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ എനിക്ക് കിലി പോളിൻ്റെ ഈ ഒരു സംഭവം സത്യം പറയില്ല. കിലി പോൾ തുടക്കത്തിൽ അയ്യോ എന്തത് കാലിൻ്റെ ഒരു മുറി നോട്ടിൽ കിലി പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോസൊക്കെ മുമ്പ് പോസ്റ്റ് ചെയ്തായിരുന്നില്ലേ. എനിക്ക് തുടക്കത്തിൽ ഇഷ്ടമില്ലായിരുന്നു പറഞ്ഞാൽ ഭയങ്കര അസൂയായിരുന്നു സത്യം പറയാലോ. കിലി പോൾ അതായത് ഓരോ പാട്ടിനിങ്ങനെ ലിപ്പൊക്കെ ലിപ്സിങ്കായിട്ടൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് ഇതെന്തിപ്പം കൊണിയണ് എന്നൊക്കെ തോന്നിയായിരുന്നു. നിങ്ങൾ അതിൽ ഇനി വേറെ സംഭവം നെഗറ്റീവായിട്ടും ചെയ്തില്ല. ഇന്നെ കൊണ്ട് പറ്റൂല. അപ്പം നമുക്ക് അതിൻ്റെ ഒരു അസൂയ ഉണ്ടല്ലേ. നമ്മളെന്തെങ്കിലും ചെയ്യുമ്പോഴേക്ക് എന്താ പറയുക അല്ലേ അയക്കാത്ത ചെയ്യും. ഇവിടെ ഇത് കാഴ്ചാലത്ത് കാണാൻ ആൾക്കാരില്ല. അത് ഓരെ കാണാൻ ആൾക്കാരുണ്ട്. പെണ്ണുങ്ങൾ ഇങ്ങനെ തല്ലുകൂടുകയാണ് കമൻറ്റ് ബോക്സിലൊക്കെ. കളിച്ചേട്ടോ ഉണ്ണിയേട്ടോ എന്നൊക്കെ പറഞ്ഞു. എന്താ കമൻറ്റൊക്കെ വായിച്ചാൽ നമുക്ക് ഈറ വരും. സത്യം പറയാലോ ഈറ വരും. എന്താ ഇത് പെണ്ണുങ്ങളെല്ലാം കൂടി സംഭവം. ഇതിലിപ്പോൾ കേരളത്തിലെത്തിയിട്ട് ആ ഒരു പ്രോഗ്രാമിന് എന്താല്ലേ ഭയങ്കര സംഗതി. എത്ര ആൾക്കാരാണ് അത് ഓൺലൈനായിട്ട് യൂട്യൂബിൽ ഇതൊക്കെ അതിൻ്റെ യൂട്യൂബിലൊക്കെ അതിനെക്കുറിച്ചുള്ള വീഡിയോസിൻ്റെ താഴെ വരാൻ കമൻറ്റുകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഉണ്ണിയേട്ട ഐ ലവ് യു. ഉണ്ണിയേട്ടന് പെണ്ണിനെ കേരളത്തിൽ നിന്ന് പെണ്ണ് കെട്ടാൻ ഉണ്ണിയേട്ടന് ഭയങ്കര സന്തോഷം. ഉണ്ണിയേട്ടാന്ന് വിളിക്കുന്ന പെണ്ണ് ഉണ്ണിയേട്ട ഭയങ്കര ആഗ്രഹമാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നല്ലൊരു പെണ്ണിനെ ഇവിടുന്ന് കിട്ടുകയാണെങ്കിൽ കേരളത്തിൽ സെറ്റിൽഡ് ആവാനും മൂപ്പർക്ക് ആഗ്രഹമുണ്ട്. അതിന് ഞങ്ങളുടെ ചവിട്ടിയിട്ട് കൊണ്ടുവരടാ ഉണ്ണിയേട്ട. ഞങ്ങളുടെ കേരളത്തിൽ പെണ്ണുകളെ വിട്ടു തരൂലടാ. എന്താ ചെയ്യുക, വെറുതെ പറയുന്നത് കേട്ടോ.
എനിക്ക് ഈ ചെങ്ങായിരത്തെ ഭയങ്കര റെസ്പെക്റ്റ് തോന്നണം. അതിപ്പോൾ ഞാൻ അപ്പോൾ ഇങ്ങനെ പറയേണ്ടതല്ലേ, എനിക്ക് റെസ്പെക്റ്റ് തോന്നുന്നുണ്ടോ ഇല്ലേ എന്നുള്ള നിങ്ങളുടെ വിഷയമല്ല, ഞാൻ പറഞ്ഞു മാത്രം. അതായത് നമ്മൾ ഇത്ര നേരം പറഞ്ഞ വലിയ കാര്യമില്ല കേട്ടോ, ജസ്റ്റ് പറഞ്ഞു മാത്രം. ഇത് ഇനിയിപ്പോൾ ഞാൻ പറയുന്നത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്, പവർ ഓഫ് സോഷ്യൽ മീഡിയ. ഇത് കാര്യം വെച്ച് ഒരു ഗ്രാമത്തിൽ ഒരു ചെറിയൊരു സ്ഥലത്ത്, ഞാൻ അതിന് നെഗറ്റീവായിട്ട് പറയുന്നതല്ല കേട്ടോ, അത് ആരും അറിയാണ്ട് കിടന്നിരുന്ന ഒരു മനുഷ്യൻ ലോകം മുഴുവൻ ഇന്ന് എന്താ പറയുക, ഒരു ഈസ്തറ്റിക് സെൻസിൻ്റെ, ഒരു റൊമാൻറ്റിക് വൈബിൻ്റെ, അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റിയുടെ ഒരു ആളായിട്ട് മാറുകയാണ് ഒരു രീതിയിൽ. മൂപ്പരെ കൾച്ചറിനെ ലോകം മുഴുവൻ എത്തിക്കാനും അതേപോലെ മൂപ്പരെ ടാലൻറ്റിനെ ഷോക്കേസ് ചെയ്യാനും ഒക്കെയുള്ള ഒരു എളുപ്പവഴി എന്നല്ല കേട്ടോ, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഒരു വഴി, ഒരു ചാനൽ മൂപ്പർക്ക് കിട്ടുകയാണ് സോഷ്യൽ മീഡിയ വഴി. അവിടെ ഇപ്പോൾ കറണ്ട് ഇല്ലാത്ത, ഞാൻ വളരെ സ്ട്രൈക്കിംഗ് ആയി തോന്നിയ ഒരു കാര്യം ഇതാണ്, കറണ്ട് ഇല്ലാത്ത ഒരു വീടാണ്, ആ വീട്ടിൽ നിന്നാണ് വരുന്നത്. അതുപോലെ ചുറ്റുള്ള ആളുകൾക്ക് സോഷ്യൽ മീഡിയയെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല എന്നൊക്കെയാണ്. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് ഇത്ര കഷ്ടപ്പാട് അനുഭവിച്ചിട്ടുണ്ട് ഒരു റീലിന് എടുക്കാനൊക്കെ അല്ലേ. നമുക്ക് ഇത്രയും അവസരങ്ങളും ഇതും എല്ലാം ഉണ്ടായിട്ട് നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല, മടി, അതന്നെ മടി. പിന്നെ എന്നെ സംബന്ധിച്ചോളം എന്നെപ്പോലുള്ള എനിക്കൊന്നും കഴിവൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു സാധനമുണ്ട്, കിളിക്ക് കഴിവ് വെക്കുകയാണ്, അപ്പോൾ ഉള്ള കഴിവ് ഷോക്കേസ് ചെയ്യാൻ പഠിക്കുക എന്നൊരു സാധനം. അപ്പോൾ എനിക്ക് തോന്നിയുള്ള സാധനം, സൗകര്യങ്ങൾ കുറയുമ്പോൾ പാഷൻ കൂടും തോന്നണം. അങ്ങനെയല്ല, എങ്ങനത്തെ ഞാൻ ഉദ്ദേശിച്ചു, സൗകര്യങ്ങൾ പറയുമ്പോൾ ഒരു കാര്യം ചെയ്യണം എന്നുള്ള ഒരു വാശി നമുക്ക് കൂടും തോന്നും. ഇപ്പോൾ കിളിപോളിൻ്റെ കയ്യിൽ എനിക്കത് തോന്നി, ഇപ്പോൾ കറണ്ടില്ല, ഫോൺ വർക്ക് ചെയ്യണം, കറണ്ട് വേണ്ടേ, ചാർജ് ചെയ്യണ്ടേ, എന്താ വേണ്ടേ. അപ്പോൾ എന്നിട്ട് മൂപ്പര് സോഷ്യൽ മീഡിയയിൽ ഇതൊക്കെ പോസ്റ്റ് ചെയ്യണം. അതുപോലെ അവിടെയുള്ള കഠിനമായ കൃഷിപ്പണിയുടെ ഇടയിലാണ് മൂപ്പര് റീലൊക്കെ പോസ്റ്റ് ചെയ്യണത് എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ മൂപ്പര് എവിടെ നിൽക്കണമെന്ന് ആലോചിച്ചു. 1-2 സിനിമകളുടെ നായകൻ, ഇനി മൂപ്പര് തിരിഞ്ഞു നോക്കേണ്ട അവസ്ഥ വരില്ല. അങ്ങനെ എന്ന് കരുതി മൂപ്പര് മുമ്പ് ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു എന്നിട്ട് ഇപ്പോൾ ജീവിതം സെറ്റ്, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. അവരവരുടേതായ ഹാപ്പിനെസ്സും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷേ ഞാൻ പറഞ്ഞിരുന്നു, അവരുടെ ലൈഫ് മാറുന്ന ഒരു മാറ്റം കണ്ടേ, ലൈഫ് മാറും. എനിക്കിതിൽ പിന്നെ വേറൊരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് തോന്നി. ഞാൻ കിളിയുടെ ഭാര്യയാണ് മറ്റേ മൂപ്പത്തിയിരുന്ന വിചാരിച്ച്, നീമ പോളില്ലേ, കിളി പോളിൻ്റെ വൈഫാണെന്ന് വിചാരിച്ചല്ല. എന്തായാലും എന്തൊരു രസമായിട്ട് അവർ രണ്ടുപേരും ആ കോമ്പിനേഷൻ സംഗതികളൊക്കെ ഉള്ളില്ലേ, ആങ്ങളും പെങ്ങളും കൂടി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നീമ പോളിൻ്റെ വീഡിയോസൊക്കെ കാണാൻ. എനിക്ക് കിളി പോളിന് എന്താ പറയുക ഇഷ്ടം കുറച്ച് കുറവാട്ടോ. മറ്റേ ഒലക്കമ്മലെ പരിപാടി ഉണ്ടല്ലേ, അസൂയാണ് കേട്ടോ, അങ്ങനെ എടുത്താൽ മതി. നീമ പോളിൻ്റെ വീഡിയോസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് എത്ര കഷ്ടപ്പാടാൻ വെച്ചിട്ടുണ്ടാവും കിളിപ്പോളും നീമപ്പോളും ആ ലിപ്പൊക്കെ ഒന്ന് സിങ്കായിട്ട് വരാൻ, പ്രത്യേകിച്ച് മലയാളത്തിലൊക്കെ അല്ലേ. അവർ ഡാൻസ് ശ്രദ്ധിച്ചിട്ടുണ്ട്, ഭയങ്കര ഒരു ഫ്ലോയിങ് സ്റ്റേജ്, അങ്ങനെ ഒഴുകുകയാണ് സ്റ്റെപ്പുകളൊക്കെ, ഭയങ്കര രസമുണ്ട്. ഇപ്പോൾ നീമപ്പോളും എനിക്ക് തോന്നുന്നത് അധികം വൈകാണ്ട് തന്നെ ഒരു നമ്മുടെ മുന്നിലൊക്കെ എത്തുന്നുണ്ടായിരിക്കും തോന്നുന്നു. ഇത് ഓൺലൈനായിട്ടല്ല, റിയലായിട്ട് നമ്മുടെ മുന്നിൽ. അപ്പോൾ എന്തായാലും എനിക്ക് കിളിപോളിൻ്റെ അതുപോലെ നീമപ്പോളിൻ്റെ വീഡിയോസൊക്കെ കാണുമ്പോൾ എനിക്ക് എന്താ പറയുക, നമുക്ക് തോന്നില്ലേ, നമുക്ക് വേണ്ടപ്പെട്ട ആരൊക്കെയാണ്, അല്ലെങ്കിൽ പ്രത്യേക ഒരു ഇഷ്ടം തോന്നുന്നുണ്ട്. ഇപ്പോൾ കിളിപോളിനെ പെണ്ണുങ്ങളൊക്കെ ഏറ്റെടുത്തിറക്കുകയാണ്, നീമപ്പോളിനെ ഞങ്ങൾ ആണുങ്ങൾ ഏറ്റെടുക്കും. അത് ശരി, അങ്ങനെയാണ്. കിളിപോൾ ഞങ്ങൾക്കൊരു കോമ്പറ്റീഷൻ അല്ല കേട്ടോ, ഓരെവിടെ കിടക്കും പറയുമ്പോൾ ഇങ്ങനെ പറയുന്നത്, എന്നാലും ആനൊക്കെ ചെയ്യാൻ പാടില്ല. പെണ്ണുങ്ങൾ ഉണ്ണിട്ടാ പറഞ്ഞിട്ട് ഓന് പെണ്ണുങ്ങളെ തപ്പി നടക്കുകയാണ്. അത് പറ്റിയ പെണ്ണിനെ തപ്പിയിട്ട് റെഡിയാക്കി കൊടുത്താലോ എന്നാണ് ഒരുത്തി കമൻറ്റ് ചെയ്തിറക്കുക. അതിൻ്റെ താഴെ ഒരു വീഡിയോൻ്റെ താഴെ, കൊച്ചിയിലല്ലേ ഒരു വലിയ ഫോണിലല്ലേ പരിപാടി നടന്നത്, അതിൻ്റെ താഴെ ഒരുത്തി കമൻറ്റ് ചെയ്തിറക്കണം. നമുക്ക് എല്ലാവർക്കും കൂടിയും കിളിപോളിനെ ഒരു പെണ്ണിനെ സെറ്റാക്കി കൊടുത്താലോ, എന്നിട്ട് മറ്റേ കണ്ണിൽ ലവ്വുള്ള സാധനമല്ലേ അത് 2-3 ഇട്ടേച്ചറിന്. അപ്പോൾ ഇക്കത് പിടിച്ചില്ല കേട്ടോ. ഞാൻ അതിൻ്റെ താഴെ പോയിട്ട്, ഞങ്ങൾ കേരളത്തിലെ ആണുങ്ങൾക്ക് പലർക്കും പെണ്ണുകളെ കിട്ടിയില്ല, ഞങ്ങളുടെ കാര്യം ആദ്യം നോക്കുന്നത് കമൻറ്റ് ചെയ്തെടുത്ത് അവിടുത്തെ കളി അതിൻ്റെ അങ്ങനെ സൂയിക്കണ്ട കിളിപോളെ. എന്തായാലും സംഭവം ഉഷാറായിട്ടുണ്ട്. കിളിപോളിന് സിനിമയ്ക്ക് അവസരമാണ്. സിനിമയാണ് എല്ലാം എന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞു തരണത് കിളിപോൾ എന്താല്ലേ ഇത്രയും ദൂരം താണ്ടി ജനഹൃദയങ്ങളിലേക്ക് എത്തി. നമ്മളൊക്കെ എന്ത് ചെയ്യണമെന്നാവും, നമ്മളൊക്കെ ഞാനൊക്കെ തുണി വെച്ച് തുള്ളേണ്ടി വരും മനുഷ്യന്മാരും തിരിഞ്ഞു നോക്കണമെങ്കിൽ. എന്നാലും ഐക്യെന്ന് പറയുള്ളൂ. സോറി, ഞാൻ ഇപ്പോൾ എന്തൊക്കെ പറയണം. അതായത് നമ്മളിപ്പോൾ എന്ത് ചെയ്തിട്ടും കാര്യമൊന്നുമില്ല, കാണാനൊന്നും മനുഷ്യന്മാരില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. വേറെ വിഷയമായിട്ട് വരാം. ഐ ലവ് യു കിളിപോൾ ആൻഡ് ഐ ലവ് യു നീമപ്പോൾ അല്ലേ നീമപ്പോൾ. അപ്പോൾ ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക, നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കാണുക. താങ്ക് യു ഗൈസ്. വേറെ വിഷയമായിട്ട് വേറെ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ, ബൈ.